ഈ പുതിയതായിട്ട് ഷിപ്പിലേക്ക് ജോലി ചെയ്യുന്ന ആൾക്കാര്, അതുപോലെ പുറത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാര്, ഷിപ്പ് അല്ലാതെ പോകുന്ന ആൾക്കാര്, ഇവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഡിവൈസ് ഇങ്ങനെ കാണുന്നത്. ഇതിന് ആൾക്കാർ പല പേരിൽ വിളിക്കുന്നുണ്ട്. പോക്കറ്റ് ഡിവൈസ് എന്ന് വിളിക്കുന്നുണ്ട്, റൂട്ടർ എന്ന് വിളിക്കുന്നുണ്ട്, വൈഫൈ ഡിവൈസ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ യഥാർത്ഥ പേരെന്താന്നുള്ളത് എനിക്ക് അറിയില്ല. എനിക്ക് ഏകദേശം സംഭവം മനസ്സിലാവും. നമ്മുടെ സിം കാർഡ് ഒക്കെ ഇട്ടിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോ എന്റെ രണ്ടു ദിവസം മുമ്പേ ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു വൈറ്റ് കളർ. പക്ഷെ അത് അലിബാബ കള്ളനടിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങിയതാണ്. ഇവിടെ ഇറാനിൽ ഇതിന് 2 മില്യൺ എന്ന് വെച്ചാൽ നമ്മൾ 2000 രൂപ കൊടുക്കണം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമാണത്. ഇതൊക്കെ വളരെ ഉപകാരപ്പെടും. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നത്, ഈ എല്ലാ രാജ്യത്തും എങ്ങനെ എനിക്ക് അറിയില്ല. ഈ രാജ്യത്തും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക രാജ്യത്തൊക്കെ ഉണ്ടാ മതിയാവും. ഈ ചില ഫോണുകൾ പ്രശ്നമാണ്, മീൻസ് അലൗഡ് അല്ല. ഐഫോൺ എന്ന് പറഞ്ഞത് ഈ ഇറാനിൽ അലൗഡ് അല്ല. ഇത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഇവരത് ഇപ്പൊ നമ്മള് ഇവിടുത്തെ ഒരു സിം കാർഡ് ഇട്ടെന്ന് വിചാരിക്കും. ഇറാന്റെ ഒരു സിം കാർഡ് ഐഫോണിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴേക്കും അത് അടിച്ചു പോകും, ബാനായി പോകും. അപ്പോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ റെഡ്മി, സാംസങ്, അങ്ങനെ പല ഫോണുകളും ഇവിടെ ഇറാനിൽ അലൗഡ് അല്ല. അപ്പോ മറ്റു രാജ്യത്ത് എങ്ങനെയാണെന്ന് എനിക്കുള്ള അറിയില്ല എനിക്ക്. അപ്പോ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടും ഇതുപോലെ ഒരു കിർദാബ് കയ്യിലുണ്ടെങ്കിൽ. എന്ന് വെച്ചാല് ഒരു ടെൻഷൻ അടിക്കാണ്ടായിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സിം കാർഡ് അടിച്ചു പിന്നെ പുതിയ സിം കാർഡ് വരിക, നമ്മൾ ഏജന്റായിട്ട് സംസാരിക്കണം, പുറത്ത് പോയിട്ട് സിം കാർഡ് വാങ്ങണം. നമ്മളെ നാട്ടിലുള്ള പോലെ നമുക്ക് തോന്നിയ പോലെ ഒരു ആധാർ കാർഡും കൊടുത്ത് എപ്പോഴും സിം കാർഡ് വാങ്ങുന്ന പോലെ പുറത്തൊന്നും പോയി കഴിഞ്ഞാൽ നടന്നുമില്ല. അപ്പൊ എനിക്ക് ഒരു കിർദാബ് കയ്യിൽ ഉണ്ടാകുന്ന എപ്പോഴും നല്ലതാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാനത് പൊട്ടിച്ചിട്ടില്ല. ഞാൻ നോക്കി കാണാം, ഞാനത് പൊട്ടിച്ചിട്ടില്ല. ഞാനത് നിങ്ങൾക്ക് മുമ്പ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ സംഭവം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം.